അപ്പോൾ ഗൈസ് ഇത് ഇന്ന് ആമസോണിൽ നിന്ന് ഓർഡർ കൊടുത്ത് ഇന്ന് വന്നു. അപ്പോൾ ഇതിന് ഒരു 2 ദിവസം മുമ്പാണ് ഞാൻ ഇത് കൊടുത്തത്. ഇത് കൊടുത്ത എന്നാണെന്ന് വെച്ചാല് ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, ശനിയാഴ്ച ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്ത് ഇന്ന് ചൊവ്വാഴ്ച സാധനം നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇത് പനാസോണിക്കിന്റെ ഏറ്റവും പുതിയ ഹെവി വാട്ട്സിലുള്ള 2000 വാട്ട്സിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ മോഡലിൽ ഉള്ള സംഭവമാണ്. ഇത് സാധാരണ ഉള്ളതിൽ നിന്നും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഗ്രൈൻഡിങ് സാധാരണ നമ്മൾ മില്ലിൽ നിന്ന് പൊടിക്കുന്ന അതേ ഇതിൽ തന്നെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ചട്നിയൊക്കെ ഉണ്ടാക്കാനുള്ളത് ഒക്കെ ഉള്ള ഒരു സംഭവമാണിത്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 13,395 ആണ്. അതായത് 11,400 ആണ് ഇതിന്റെ ശരിക്കും പ്രൈസ് വരുന്നത്. പക്ഷെ നമുക്ക് ആമസോണിൽ നിന്ന് വളരെ വില കുറച്ചിട്ടാണ് അവർ നമുക്ക് ഈ സാധനം തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് പൊട്ടിക്കാൻ പോവേണേ. ഓക്കെ, ഇതിന്റെ വിശദമായ വിവരങ്ങൾ അറിയണമെന്നുള്ളവര് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി. ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇവിടെ കൂടെ ഒരു ഓക്കെ പൊട്ടിക്കുക. ഓക്കെ, സൂപ്പർ പാക്കിങ് കേട്ടോ. സൂപ്പർ പാക്കിംഗ് എന്ന് വെച്ചാൽ നമ്മള് ഷോപ്പിൽ പോലും നമ്മൾ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പീസ് കിട്ടത്തില്ല. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സാധനം പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നല്ല അടിപൊളി പാക്കിങ്ങോട് കൂടിയിട്ടാണ് സാധനം വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എല്ലാരും ഒന്ന് എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഓക്കെ, അടിയിലെ പേപ്പർ പതുക്കനെ എടുത്ത് മാറ്റുക. ഓക്കെ, ഞാനത് ഈ സൈഡിലോട്ട് എടുത്ത് വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു സൈഡിലുള്ള അതിന്റെ സംഭവങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഇതാണ് കേട്ടോ. നമ്മളെ ഇന്ത്യയുടെ ഇതെന്ന് പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇന്ത്യയുടെ ഒരു ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇതിന് 5 വർഷത്തെ വാറന്റി ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ജപ്പാൻ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞവര് ട്രസ്റ്റഡ് ഫോർ ഓവർ 100 years എന്ന് പറയുന്നുണ്ട് അവര്. അതായത് ജപ്പാനിന്റെ ക്വാളിറ്റിയിൽ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള 100 വർഷം പാരമ്പര്യമുള്ളതെന്നാണ് അവരാ പറയുന്നത്. പിന്നെ ഇതിൽ ഇത്രയും സംഭവം ഉണ്ട് കേട്ടോ. ഇതെല്ലാം സംഭവം കിടുവാണിത്. 2000 വാട്ട്സ്, പിന്നെ 100% കോപ്പറാണ്. അതിന്റെ മെഷീൻ കോപ്പർ 100% കോപ്പർ ഇട്ടിട്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ അതിന്റെ ആ ജാറിലൊരിന്റെ അകത്ത് വരുന്ന സംഭവങ്ങളൊക്കെയാണിത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു സൈഡ് ഇതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ. ഇതാണ് ഞാൻ ചൂസ് ചെയ്ത കളർ. ഇതില് ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. ഇത് കുറച്ച് നല്ല രസമായിട്ട് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഇതാണ്ടോ 9 in 1 ഫംഗ്ഷൻ. അതായത് 9 ഒരെണ്ണത്തിൽ 9 ഫംഗ്ഷൻ ഉള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജ്യൂസിന് ഉപയോഗിക്കാം. ഇതിന്റെ ഓരോ അത് ഞാൻ കാണിച്ചു തരാം. ബ്ലെൻഡർ അതിന്റെ ഫസ്റ്റിലത്തെ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന അതിലൊക്കെ ഉള്ള സംഭവമാണിത്. ഒന്ന് ജ്യൂസിങ്ങിനുണ്ട്, ബ്ലെൻഡിങ് ആൻഡ് കോക്കനട്ട് മിൽക്ക് എടുക്കാം, പിന്നെ എഗ് ബീറ്റ് ചെയ്യാം, പിന്നെ വെറ്റ് ഗ്രൈൻഡിങ്, പിന്നെ അതുപോലെ തന്നെ സ്പൈസസ് ഗ്രൈൻഡിങ് ആണ്. സോറി, ഗ്രൗണ്ട് എന്ന് പറഞ്ഞ അത് വളരെ തെറ്റിപ്പോയാണ്.
പിന്നെ കോഫി ഗ്രൈൻഡിങ്, ടർമറിക്, ചട്നി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവേണേ. ഓക്കെ, ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി അല്ലേ? ചിലർ കാണാം എന്തൊക്കെ ചെയ്യുന്നത് കാണാം ഈ ഓപ്പൺ ചെയ്യുന്ന ബോക്സ്. ഓക്കെ, തുറക്കാൻ പോയാണ്. സംഭവം കിടു കേട്ടോ. എല്ലാം നല്ല പെർഫെക്റ്റ് പാക്കിങ്ങോട് കൂടി എന്റെ പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് തന്നെയാണ് ഓരോ സാധനങ്ങൾ വന്നിരിക്കുന്ന. ഒന്ന്, അടുത്തത് സെക്കൻഡ് വണ്ണിന്റെ ജാറ്, എന്റെ സംഭവം. അത് ജാറിനകത്ത് തന്നെ അത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഓരോന്നിന്റെ അടപ്പും ആ ജാറും എല്ലാം സെപ്പറേറ്റ് ആണ് അത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ ഒരു സ്ഥലത്തു നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ഇതൊന്ന് പൊക്കി എടുക്കട്ടെ. ശരി. ഇതിന്റെ അകത്ത് ഒത്തിരി സാധനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഒന്നുമില്ല. ഇത് അതിന്റെ അടപ്പും മറ്റു കാര്യങ്ങളെല്ലാം ഇതാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം. ഇത് മറ്റേ എനിക്ക് തോന്നുന്ന ജ്യൂസ് മെഷീന്റെ അകത്ത് നമ്മള് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള എന്തോ ആണ് സംഭവം. പിന്നെ ഇതിന്റെ അകത്തും അതിന്റെ അടപ്പുകളാണ് ഉള്ളത്. എല്ലാം സെപ്പറേറ്റ് കുറെ അടപ്പുണ്ട് കേട്ടോ. അപ്പൊ വീട്ടുകാർക്ക് കഴുകാനൊക്കെ കുറച്ച് ജോലി ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഇതിന്റെ അകത്തെ സംഭവങ്ങളാണ്. നിങ്ങൾ കണ്ടോ? ഇതാണ് ഇതിന്റെ അകത്തെ സംഭവം. മിക്സി, പിന്നെ അതിന്റെ ഓരോരോ ജാറുകള്. ഓക്കെ, ഇതൊരു ജാറ്. ഓക്കെ, എല്ലാം സൂപ്പറാണ്, കുഴപ്പമില്ല. നോക്കി ഹാൻഡിലൊക്കെ നല്ല മസ്ബൂത്താണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാണ് അതിന്റെ സൂപ്പർ സ്റ്റാർ. ഇത് രണ്ട് ഉപയോഗമാണ്. ഇതിന്റെ രണ്ട് ഉപയോഗം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഡയറക്റ്റ് ജ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ അടിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യാം. ഇതിനകത്ത് വെച്ചിട്ട് ഇതിന്റെ അകത്ത് നിന്ന് തന്നെ ജ്യൂസ് നമുക്ക് പുറത്ത് ഫിൽട്ടർ ചെയ്ത് ഇതിന്റെ അകത്ത് വരും. അപ്പോൾ നമുക്ക് ഇതൊന്നും ആവത്തില്ല. ഇതിനകത്ത് തന്നെ ഇതിന്റെ വേസ്റ്റ് ഒക്കെ വരും. അപ്പൊ നമുക്ക് കൊണ്ടുപോയി ഈസി ആയിട്ട് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഇതിന്റെ സംഭവം ഒന്നത്. ഓക്കെ, ഇതിന്റെ വിശദമായ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോ ഫസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇത് അതിന്റെ വേറൊരു ജാറ്. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളി. പാനാസോണിക് അല്ലെങ്കിൽ ഒരു കിട്ടുന്ന സാധനമാണ് എന്റെ അഭിപ്രായത്തില്. ഞങ്ങളുടെ അടുത്ത് ഇതിന്റെ പഴയ ഒരുപാട് വെർഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലോങ് ലാസ്റ്റിങ്ങും അതിന്റെ ആ പവറൊക്കെ കണ്ടിട്ടാണ് ഞങ്ങള് ഇതിലോട്ട് വന്നത്. ഇതാണ് മെഷീൻ. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാനിതൊന്ന് അടച്ചിട്ട് ഇതിന്റെ പുറത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കണ്ടോ? ഇതാണ് സംഭവം. ഇത് ഈ ജാറ് എങ്ങനെ എടുക്കുന്നു? കിട്ടിയതാ എന്താ ഒന്നോ. അപ്പൊ ഇതാണ് ഞാൻ ഇതാക്കുന്നു. ഇദ്ദേഹത്തിനെ പുറത്തിറക്കി കാണിച്ചു തരാം. വൗ, സൂപ്പർ, അടിപൊളി ഫിനിഷിങ്. നല്ല പാക്കിങ്, അടിപൊളി ഫിനിഷിങ്. എന്റെ ഫ്രണ്ടിലെ ആ ഒരു ഇത് കൊള്ളാം. നല്ല അടിപൊളി. പിന്നെ സ്വിച്ച് ഇത് എന്റെ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് കൊള്ളാം. നല്ല സ്മൂത്ത്, നല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു. ഇനി വർക്ക് ചെയ്താലൊക്കെ അല്ലേ നമുക്ക് ബാക്കി അറിയാൻ പറ്റുമോ കേട്ടോ. സംഭവമൊക്കെ കൊള്ളാം. അപ്പൊ ഇത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാം നല്ല പാക്കിങ്ങിന്റെ അകത്താണ്. ഒന്നും അവര് ഇതാക്കിയിട്ടില്ല. നല്ല സൂപ്പർ പാക്കിങ്. എല്ലാം സെപ്പറേറ്റ് കവറിന്റെ അകത്ത് തന്നെ നല്ല വൃത്തിയായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ പാനാസോണിക്കിന്റെ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങള് മറക്കാതെ ഇതിന്റെ ബാക്കി കാണണേ. ഇതിന്റെ എല്ലാമൊക്കെ ഞാൻ ഇതാക്കി വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സബ്സ്ക്രൈബും കൊടുക്കണം, ലൈക്കും കൊടുക്കണം, പിന്നെന്താ ഉള്ളത്, ഷെയർ. ഓക്കെ, ബൈ ബൈ.